നമസ്കാരം. രാത്രി ശിവരാത്രി ഇനി എന്നും ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു മുഖമുണ്ട്. അത് സന്തോഷ് പണ്ഡിറ്റിൻ്റെതാണ്. സന്തോഷ് പണ്ഡിറ്റിനെ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് തെറി വിളിക്കുന്നവരും പുച്ഛിക്കുന്നവരും ഒക്കെയുണ്ട്. പക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ സന്തോഷ് പണ്ഡിറ്റിന് ഉണ്ടായിരുന്ന ഒരു മുഖാവരണം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പിന്നീട് പല തവണയായി അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂസിലൂടെ അദ്ദേഹം ചെയ്ത ചില പ്രവർത്തികളിലൂടെ ഒക്കെ അദ്ദേഹത്തിനെ പറ്റിയുള്ള ചില ധാരണകൾ, പൊതുധാരണകൾ, അതായത് ഒരു ഒന്നും അറിയാത്ത വെറുതെ പുച്ഛിക്കാൻ മാത്രമുള്ള ഒരു സംവിധായകൻ, നടൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നിന്നൊക്കെ മാറി അദ്ദേഹം പറയുന്നതിലും വാസ്തവമുണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ സിനിമ മാറ്റിവെച്ചാൽ പോലും, സിനിമ അഭിനയം അദ്ദേഹത്തിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെച്ചാൽ പോലും സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്ന് മലയാളി ചിന്തിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ഇപ്പോൾ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഏറ്റവും അടുത്ത അദ്ദേഹം കൊടുത്തിട്ടുള്ള ചില ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ഒക്കെ ചെയ്യും. പിന്നെ പുച്ഛിക്കാനിരിക്കുന്നവർക്ക് എന്നും പുച്ഛം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവരുടെ വിചാരം അവർ മാത്രമാണ് ഈ ലോകത്ത് എല്ലാം ശരിയെന്നായിരിക്കും. എന്തായാലും പറഞ്ഞു വരുന്നത്, സന്തോഷ് പണ്ഡിറ്റ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഇട്ടിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആ പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് ആ 15 അംഗ പവർ ഗ്രൂപ്പിന്റെ പേരുകളാണ്. വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ചില മുഖാവരണങ്ങളൊക്കെ ഇടിയിപ്പിച്ചിട്ട് ആ പേരുകളെ, ആ മുഖാവരണമൊക്കെ ഇടിയിപ്പിച്ച് ആ പേരുകൾ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ ഏതൊരാൾക്കും ഈ പേരുകാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് അദ്ദേഹം വളരെ നിരീക്ഷണം നടത്തി തന്നെ കണ്ടെത്തിയിരിക്കുന്ന പേരുകളാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ തെറ്റുണ്ടാകുമെന്നും തോന്നുന്നില്ല. നിങ്ങൾ എന്തായാലും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാൻ വായിക്കാം, അതൊന്ന് കേട്ടു നോക്കുക. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും ആ നടന്മാരെ കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണോ അത് അദ്ദേഹം ആ പോസ്റ്റിലൂടെ വിവരിക്കുന്നുണ്ട്. ആ പോസ്റ്റിന്റെ മുഴുവൻ രൂപവും ഇങ്ങനെയാണ്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുറെ കാലമായി ഏതൊക്കെയോ നടിമാരെ, ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എവിടെയൊക്കെയോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു. പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ജീവഭയം കാരണം ഇവർ ആരും സംഭവം പുറത്തു പറഞ്ഞില്ല, പരാതിപ്പെട്ടില്ല. ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ, ചെയ്യപ്പെട്ടത് പ്രമുഖ നടികളെ, നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ, ഇതെല്ലാം ചർച്ച ചെയ്തത് പ്രമുഖ ചാനലുകളിൽ. മലയാള സിനിമ ഭരിക്കുന്ന 15 അംഗ പവർ ടീമിന്റെ ലിസ്റ്റ് പുറത്തു വന്നു കേട്ടോ. 1 ഉരുക്ക് സതീശൻ, 2 ടിൻഡുമോൻ എന്ന കോടീശ്വരൻ, 3 ചിരഞ്ജീവി IPS, 4 ബ്രോക്കർ പ്രേമചന്ദ്രൻ, 5 പവനായി, 6 കൊപ്ര പ്രഭാകരൻ, 7 അനന്തൻ നമ്പ്യാർ, 8 മുണ്ടക്കൽ ശേഖരൻ, 9 ഹൈദർ മരക്കാർ, 10 കടയാടി ബേബി, 11 കൊളപ്പുള്ളി അപ്പൻ, 12 മോഹൻ തോമസ്, 13 കീരിക്കാടൻ ജോസ്, 14 ജോൺ ഹോനായി, 15 കീലേരി അച്ചു. ബ്രാക്കറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറും ഒന്നുമില്ലാത്ത 15 അദൃശ്യരായ മനുഷ്യന്മാർ ആണെന്ന് ഇനിയും ആരും പറയരുത്. ബ്രാക്കറ്റ് അവസാനിക്കുന്നു. തുടർന്ന് പറയുന്നു, നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല, കൂടുതൽ നടിമാർ അക്രമത്തിന് ഇരയായി എന്നതിന് തെളിവുണ്ടത്രേ. പക്ഷേ ആ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ല എന്ന് പറയുന്നു. ഭൂരിഭാഗം സിനിമാ സെറ്റിലും ലഹരി ഉപയോഗം വ്യാപകമാണെന്നും നടിമാർ പറയുന്നു. സിനിമാ സ്ക്രീനിൽ U സർട്ടിഫൈഡ് ആണേലും പിന്നണിയിൽ A സർട്ടിഫിക്കറ്റ് ആണത്രേ. നടിമാർ ഉറങ്ങിയോ സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ 10 തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു. ആ വാതിലിൽ മുട്ടലിന് പിന്നിൽ കെയറാണ് കെയർ എന്ന് മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ സർവ മേഖലകളിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ട് ഉടനെ കമ്മീഷൻ വെക്കണം. പാവം സിനിമാക്കാരെ മാത്രം മാനം കെടുത്തുന്നത് ശരിയല്ല.
തുടർന്ന് ബ്രാക്കറ്റിലാണ് പറയുന്നത്, രാഷ്ട്രീയ മേഖലയിൽ മാത്രം സ്ത്രീ ചൂഷണം മനസ്സിലാക്കുവാൻ കമ്മീഷൻ വേണ്ട. കാരണം അതിലും പ്രതിസ്ഥാനത്ത് പ്രമുഖ MLA, പ്രമുഖ MP എക്സെട്ര ഒക്കെ വന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ അവസ്ഥയാകും. പിന്നീടും ബ്രാക്കറ്റിൽ തന്നെയാണ് പറയുന്നത്, വാൽകഷ്ണം ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ, ഇരകൾക്ക് പരാതി ഇല്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. പക്ഷേ പുതുതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാമെന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ് ആണ് ഈ റിപ്പോർട്ട്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ബൈ സന്തോഷ് പണ്ഡിറ്റ്. വീണ്ടും തുടർന്ന് പറയുന്നു ബ്രാക്കറ്റിൽ, ഉരുക്കൊന്നുമല്ല, മഹാപാവമാണ്. എന്തായാലും പറയാതെ പറഞ്ഞിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ്. ഈ പോസ്റ്റ് വായിച്ചാൽ കൊള്ളേണ്ടവർക്കെല്ലാം കൊള്ളുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ചില പേരുകൾ പരാമർശിച്ചിരിക്കുകയാണ്. അദ്ദേഹം വളരെ നിരീക്ഷണം നടത്തി പറഞ്ഞിട്ടുള്ള പേരുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന പേരുകളെല്ലാം. അതുകൊണ്ട് ഒന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ, ചിന്തിച്ചാൽ ഈ പേരുകാരാരൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നന്ദി.